ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഈ വർഷം ഞങ്ങളെ വീട്ടിൽ ഒരുപാട് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ വീട്ടിൽ പ്ലാവില്ല, പക്ഷേ നൈബേഴ്സൊക്കെ കൊണ്ടു തന്നതാണ്. അങ്ങനെ അതിൻ്റെ ഒരുപാട് കുരു ഞാനിവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കതിങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ, ഹെൽത്തിന് നല്ലതാണല്ലോ. അപ്പോൾ ഞാനത് വിചാരിച്ചു ആദ്യം തന്നെ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ, അത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. പിന്നെ ഞാനത് ആ പ്ലാൻ മാറ്റി പിന്നെ എന്ത് ചെയ്തു, ഒരു ഉപ്പേരിയാക്കി മാറ്റി. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഇതിലിടുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ചക്കൻ്റെ കുരു എടുത്ത് തൊലി കളയുക. അതിൻ്റെ ബ്രൗൺ പാർട്ട് കളയേണ്ട, തൊലി കളയേണ്ട കേട്ടോ, കാരണം അത് ഭയങ്കര നല്ലതാണ്. പിന്നെ അതിലോട്ടൊരു പച്ചമുളക്, ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. വെന്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല എരിവുള്ള മുളക് കേട്ടോ, അതുകൊണ്ട് ഞാനതെടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ ഇത് അതിലത്തെ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ നമുക്ക് കുടിക്കാം കേട്ടോ. പക്ഷേ ഞാൻ കുടിച്ചില്ല, അതിൽ ആ ബ്രൗൺ സംഭവമാണ് ഇതിൽ വെള്ളത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി കണ്ടില്ലേ, അതിൽ ആ കുടിക്കണത് നല്ലതാണ്. അങ്ങനെ ഇത് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഊറ്റിയെടുത്തു. എന്നിട്ട് പിന്നെ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് തേങ്ങ, ചുവന്ന മുളക് എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ ആദ്യം. എന്നിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലോട്ട് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, അതേപോലെ തന്നെ കുറച്ച് ചീരുള്ളി അരിഞ്ഞത്, ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ജസ്റ്റ് വാട്ടിയെടുക്കണം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോയിൽ ഞാൻ സംസാരിക്കാതെ ഇങ്ങനെ ചുമ്മാ വീഡിയോ എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതൊക്കെ മറന്നു പോയിട്ടോ. എനിക്കൊരു സ്ഥിരം റെസിപ്പി ഒന്നുമില്ല, ഞാൻ വിചാരിച്ച പോലെ തന്നെ ഉണ്ടാക്കും. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനത് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യും, അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് മറന്നു പോയിട്ട് എന്തൊക്കെ ഇട്ടതെന്ന്, അതാണ് ഞാൻ സംസാരിക്കുമ്പോൾ ആലോചിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതൊക്കെ നന്നായിട്ട് വാടി വരണം. ഇനി ഇതിലോട്ട് മല്ലിയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വീട്ടിലുണ്ടാക്കിയ മല്ലിയിലാണ് കേട്ടോ. ഞാൻ കുറേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് കേട്ടോ. അത് കുറച്ച് കൂടിയാലും അതിൻ്റെ ടേസ്റ്റ് ഒരു ബോർ ടേസ്റ്റ് അല്ല, നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതില്ലാത്തതിൽ നോർമൽ മല്ലിച്ചപ്പില്ലേ, അതിട്ട് കൊടുത്താൽ മതി. പക്ഷേ അത് ഒരുപാട് ഇടരുത്. ഇനി അതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഇപ്പം ഞാൻ കുറച്ച് വലിയതായിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ മുന്നേ വേറെ ഡിഷാണ് വിചാരിച്ചത്, അതിനനുസരിച്ച് കട്ട് ചെയ്തതാണ്. സോ പിന്നെ ഞാനതൊന്ന് ഇങ്ങനെ ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ അമർത്തി അത് ഈ സാധനം വെച്ചിട്ട് അമർത്തിയാണ്ട് അതൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് വരില്ല. അതാണ് ഒന്നും കൂടി കാണാനും ഭംഗി ഉണ്ടാവുക. അപ്പോൾ നിങ്ങളത് ചെറുതായിട്ട് അരിയായിരിക്കും നല്ലത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് വെന്തതാണ്, എന്നാലും ആ ഒരു ടേസ്റ്റേക്ക് കിട്ടട്ടെ. പിന്നെ അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഉപ്പ് നേരത്തെ ഇട്ട് വേവിച്ചതാണ് കേട്ടോ. പിന്നെ അതിലോട്ട് തേങ്ങയും ചുവന്ന മുളകും ചതച്ചതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ പാടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. എനിക്കാണെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് പാത്രം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവുകയാണ്, പിടിച്ചാൻ ആരുമില്ല. അതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റൊക്കെ ചെയ്താണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് അടിപൊളിയായിട്ടൊന്നും കാണാൻ പറ്റില്ല. പിന്നെ അപ്പുറം ഇപ്പുറമൊക്കെ കുറേ സാധനങ്ങളാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് മുകളിലോട്ട് ഫോൺ പിടിച്ചാൽ ചുറ്റുള്ളതൊക്കെ കാണും, ഒക്കെ മെസ്സി ആയിട്ട് കിടക്കുകയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പാത്രത്തിലോട്ട് വെച്ച പോലെയാണ് കേട്ടോ ഫോൺ പിടിച്ചത്. അതുകൊണ്ട് ചട്ടിയിൽ ഫോൺ വെച്ച പോലെ ഉണ്ട് കാണാൻ. അതൊന്നും ഒരു മീഡിയ, നമുക്ക് റെസിപ്പി മാത്രം നോക്കുക. ഓക്കെ, ഇവിടെ ഒരു കുഞ്ഞടുക്കളയാണ്, ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതാണ് അങ്ങനെ. പിന്നെ ഫ്ലെയിം ഓഫാക്കുക, സംഗതി റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റുള്ള വീഡിയോസും നിങ്ങളിലോട്ട് എത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.